ആലപ്പുഴ കളർകോട് വാഹന അപകടത്തിൽ മരിച്ച എടത്വ സ്വദേശി ആൽവിൻ ജോർജിന്റെ സംസ്കാരം ഇന്ന്. വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കാർ അനധികൃതമായി വാടകയ്ക്ക് നൽകിയ വാഹന ഉടമയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 4 പേരുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ആൽവിൻ ജോർജ് പഠിച്ച എടത്വ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 12 മണിയോടെ എടത്വ സെന്റ് ജോർജ് ഫൊറാനപ്പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആൽവിൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരിച്ചത്. ചികിത്സയിൽ കഴിയുന്ന 4 വിദ്യാർത്ഥികളുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം മരണത്തിനിടയാക്കിയ കാർ വിദ്യാർത്ഥികൾക്ക് അനധികൃതമായി വാടകയ്ക്ക് നൽകിയ വാഹന ഉടമ അമ്പലപ്പുഴ കാക്കാഴം സ്വദേശി ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സ്വകാര്യ വാഹനം പണം സമ്പാദിക്കാനായി അനധികൃതമായി വാടകയ്ക്ക് നൽകിയെന്ന് വ്യക്തമായതായി എൻഫോഴ്സ്മെന്റ് RTO R രമണൻ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ മൊഴി, ഷാമിൽ ഖാൻ പണം സ്വീകരിച്ചതിന്റെ രേഖ എന്നിവ തെളിവായി കോടതിയിൽ സമർപ്പിച്ചു. ഓടിക്കുന്നയാൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാതെ വാഹനം നൽകി 7 പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനത്തിൽ 11 പേരെ അനുവദിച്ചു തുടങ്ങിയ കുറ്റങ്ങളും റിപ്പോർട്ടിലുണ്ട്. വാഹന ഉടമയുടെ നിരുത്തരവാദ നടപടി അപകടത്തിന് കാരണമായി എന്ന് കോടതി കണ്ടെത്തിയാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം വരെ ചുമത്താമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ജനം, ആലപ്പുഴ.